അല്പസമയം മുൻപ് നിയുക്ത മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും ഒ ജെ ജനീഷും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിലേക്ക് ഉത്തരവാദിത്വം വളരെ കൃത്യമായും കണിശമായി തന്നെ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ജനം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് UDF അധികാരത്തിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. 102 സീറ്റുകളാണ് നൽകിയത്. അപ്പോൾ ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനവും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ഈ നിയോഗത്തിലേക്ക് ഈ ഒരു ചുമതല ഏൽപ്പിച്ച പാർട്ടി നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയെയും ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ആത്മാർത്ഥമായി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകും. പ്രവർത്തനം സൂചിപ്പിക്കാം. മിന്നുന്ന ജയമാണ് ജനങ്ങൾ നൽകിയത്. 102 സീറ്റ് നേടിയാണ് UDF അധികാരത്തിലേറാൻ പോകുന്നത്. അപ്പോൾ ഒരു തരത്തിലും ജനങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നാണ് നിയുക്ത മന്ത്രിയായ ഒ ജെ ജനീഷ് പ്രതികരിച്ചത്. വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രമേശ് ചെന്നിത്തല വിശദമായി തന്നെ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആഭ്യന്തര വകുപ്പും വിജിലൻസുമാണ് അദ്ദേഹം ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നേരത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു പരിചയം രമേശ് ചെന്നിത്തലയെ കൊണ്ട് അത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ആളുകളുടെ ഇടങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയും ഉയരാത്ത തരത്തിലുള്ള മികച്ച പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. ഇപ്പോൾ